പാദസരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ വായോ, നമുക്ക് ഒന്നിച്ച് ചെയ്യാലോ. നല്ല ഗോൾഡ് കളറുള്ള പാദസരമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ ചെയിൻ എടുത്തിട്ടുണ്ട്. ഈ ചെയിനിന് മീറ്ററിന് 25 രൂപയാണ് വില വരുന്നത്. ക്രാഫ്റ്റ് മെറ്റീരിയലും അതുപോലെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലാണ് ഈ ഒരു ചെയിൻ കിട്ടുന്നത്. കൂടാതെ ഓൺലൈനിലും കിട്ടും. ഓൺലൈനിൽ കിട്ടുന്നത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. മീഷോന്ന് ഞാൻ ഇതുപോലത്തെ ചെയിൻ വാങ്ങിയിട്ട് വേഗം കളർ പോയി. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഫ്യൂസ് വയറാണ്. ഫ്യൂസ് വയർ ഈ ഒരു കെട്ടിന് 28 രൂപയാണ് വില വരുന്നത്. അടുത്തത് വേണ്ടത് കുഞ്ഞു പേൾ മുത്തുകളാണ്. ആ മുത്തുകൾ ഇതുപോലത്തെ ഒരു ലൈനിന് 7 രൂപയാണ് വില വരുന്നത്. കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ്. ഇനി വേണ്ടത് ലോബ്സ്റ്റർ ഹുക്കും ജംപറിങ്ങും എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. ആദ്യം തന്നെ ഫ്യൂസ് വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പേൾ മുത്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. പാദസരത്തിൻ്റെ ചെയിന് നമ്മുടെ കാലിൻ്റെ അളവിന് വെച്ച് കട്ട് ചെയ്തെടുക്കണം. കാലിൻ്റെ ചുറ്റളവിലൊന്ന് ചെയിൻ വെച്ചിട്ട് പാകത്തിന് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ചെയിനിൻ്റെ അറ്റത്ത് ഇതുപോലെ നമ്മുടെ ആ ഫ്യൂസ് വയറൊന്ന് കയറ്റിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അങ്ങനെ ആ ഒരു കമ്പി നീണ്ടു നിൽക്കാത്ത ഭാഗം വരെ ഒന്ന് ചുറ്റി അമർത്തി വെച്ച് കൊടുത്താൽ അത് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ നിന്നോളും. ഇനി ഇങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്ത് തന്നെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫ്യൂസ് വയറും ഇതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കണ്ണി ഇടവിട്ട് ആ ചെയിനിൻ്റെ ഓരോ കണ്ണി ഇടവിട്ടാണ് കോർത്ത് കൊടുക്കുന്നത്. കോർത്തെന്ന് വെച്ചാൽ ആ ഫ്യൂസ് വയർ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുകയാണ്. ചുറ്റി വെക്കുന്ന സമയത്ത് ആ കാലിലൊന്നും കുത്തിക്കൊള്ളാതെ നന്നായി നോസ് പീലർ എന്തെങ്കിലും വെച്ച് അമർത്തി തന്നെ വെക്കുക. ഇങ്ങനെ ഓരോ കണ്ണി ഇടവിട്ട് അവസാനം വരെ നമുക്ക് കോർത്തെടുക്കണം. ഫ്യൂസ് വയറും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചയുള്ള കമ്പിയാണ് അറ്റം. അപ്പോൾ കയ്യിലൊക്കെ കുത്തിക്കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കുത്തി കയറ്റി. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ നോസ് പീലറും കൊണ്ട് ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കയ്യിലൊക്കെ ഫുള്ള് കുത്തുകോമയൊക്കെ ആവും. നോസ് പീലർ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അറ്റം നല്ല ഷാർപ്പുള്ള നോസ് പീലർ വാങ്ങാൻ ശ്രമിക്കുക. എന്നാൽ ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ലൂപ്പ് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ കുറഞ്ഞ സൈസ് നോസ് പീലറാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേഗം അതങ്ങോട്ട് ലൂപ്പൊന്നും ആയി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമ്മുടെ പാദസരത്തിൻ്റെ ഏകദേശം പകുതിയോളം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അറ്റത്തൊരു ജംപറിങ് ഇട്ട് ആ ജംപറിങ്ങിൻ്റെ അറ്റത്തൊരു ലോബ്സ്റ്റർ ഹുക്കും കൂടെ കൊടുത്ത് രണ്ടാമത്തെ അറ്റത്തും ഒരു ജംപറിങ് കൊടുക്കുക. ജംപറിങ് ഇടുമ്പോൾ കുറച്ച് കട്ടി കൂടിയ ജംപറിങ്ങോ അല്ലെങ്കിൽ സൈഡ് റിങ് ആയാലും മതി. സൈഡ് റിങ് ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, ഒന്നും ആവില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈഡ് റിങ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. ഇതിപ്പോൾ പകുതി ആയപ്പോൾ തന്നെ ആ അറ്റത്തിൽ ലോബ്സ്റ്റർ ഹുക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ പിടുത്തത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതാ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കുനുകുനാന്ന് മുത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കണ്ണിയിലും മുത്ത് കോർത്ത് ചുറ്റി എടുക്കൽ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പണി തന്നെയാണ്. കുറച്ചൊരു ക്ഷമ വേണം. അപ്പോൾ നമ്മൾ 2 ചെയിനും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ലോബ്സ്റ്റർ ഹുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ പാദസരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാദസരം അല്ലാതെ തന്നെ ഇയർ ചെയിനായിട്ടും ഉപയോഗിക്കാം. ഇയർ ചെയിൻ എന്ന് വെച്ചാൽ കമ്മലിട്ടിട്ട് ആ കമ്മലിൽ കൊളുത്തി മുടി വരെ കൊളുത്തുന്ന സംഗതിയാണ് ഇയർ ചെയിൻ. നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല മുത്തുള്ള കമ്മലൊക്കെ ഇട്ടിട്ട് അത് മുടിയിൽ വരെ ഈ ഒരു ചെയിനും കൂടെ കൊളുത്തി കഴിഞ്ഞാൽ ഹോ എന്താ ലുക്ക്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇയർ ചെയിനോ പാദസരമോ ഒക്കെ കടയിൽ നിന്ന് ഫാൻസി സാധനം വാങ്ങണമെങ്കിൽ 100 രൂപ 150 രൂപ കൊടുക്കണ്ടേ. നമുക്ക് അത്രയൊന്നും ചിലവ് എന്തായാലും വരില്ല. ഒരു 50 രൂപേൻ്റെ താഴെയൊക്കെ ചിലവ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. പാദസരം ഉണ്ടാക്കി മാത്രം കാണിച്ചാൽ പോരല്ലോ, ഇട്ടും കാണിക്കണ്ടേ. അപ്പോൾ അതാ ഇട്ടും കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, പരീക്ഷിച്ച് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നേക്കും വരെ ടാറ്റാ, ബൈ ബൈ.